ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഷാനു ഷാജി. IELTS സ്പീക്കിംഗ് ഒരു കോച്ചിങ് ക്ലാസ് അറ്റൻഡ് ചെയ്യാതെ എങ്ങനെ 80 കിട്ടി എന്നുള്ള കാര്യം എൻ്റെ ആദ്യത്തെ വീഡിയോയിൽ ഞാൻ ബ്രീഫായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോയിൽ പറയാൻ വിട്ടുപോയ ചില കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഈ വീഡിയോ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യാതെ മൊത്തം കാണാൻ നോക്കുക. സ്പീക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഇൻഫർമേഷൻസും ടിപ്സും ഞാൻ ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഒരു സർട്ടിഫൈഡ് എക്സാമിനറുമായിട്ട് 11 to 14 മിനിറ്റ്സ് വരെ നീണ്ടു നിൽക്കുന്ന ഒരു ഫേസ് ടു ഫേസ് ഇന്റർവ്യൂവിനാണ് IELTS സ്പീക്കിംഗ് എന്ന് പറയുന്നത്. ഇതിന് 3 പാർട്സ് ഉണ്ട്. പാർട്ട് 1 എന്ന് പറയുന്നത് സെൽഫ് ഇൻട്രഡക്ഷൻ ആണ്. നിങ്ങളുടെ പ്രൊഫഷൻ, നിങ്ങളുടെ ഫാമിലി, നിങ്ങളുടെ സ്റ്റഡീസ്, അതിനെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും പാർട്ട് 1 എക്സ്പെക്ട് ചെയ്യാൻ പറ്റുക. പാർട്ട് 1 ടൈമിംഗ് എന്ന് പറയുന്നത് 4 to 5 മിനിറ്റ്സ് ആണ്. പാർട്ട് 2 എന്ന് പറയുന്നത് അതിനകത്ത് എക്സാമിനേറ്റർ നിങ്ങൾക്ക് ഒരു ടോപ്പിക് കാർഡ് തരും. ആ ടോപ്പിക് കാർഡിലെ ക്വസ്റ്റ്യൻസിനെ പറ്റിയിട്ട് 2 മിനിറ്റ് സംസാരിക്കണം. നിങ്ങൾക്ക് നോട്ട്സ് ഉണ്ടാക്കാൻ വേണ്ടി 1 മിനിറ്റ് ടൈം തരുന്നതാണ്. ആ 1 മിനിറ്റ് കൊണ്ട് നോട്ട്സ് ഉണ്ടാക്കിയതിന് ശേഷം 2 മിനിറ്റ് ആ തന്ന ടോപ്പിക്കിനെ പറ്റി സംസാരിക്കണം. പാർട്ട് 2 ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ പാർട്ട് 3 കിട്ടിയത്. അപ്പോൾ ഇതിന്റെ ടൈമിംഗ് എന്ന് പറയുന്നത് 4 to 5 മിനിറ്റ്സ് ആണ്. വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് റൈറ്റ് ആൻസർ, റോങ് ആൻസർ എന്നുള്ള സംഭവം ഇല്ല. നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂ ആണ് എക്സാമിനേറ്റർ നോക്കുന്നത്. നിങ്ങളുടെ ഒപ്പീനിയൻ ആണ് എക്സാമിനേറ്ററിന് അറിയേണ്ടത്. ഇതിന്റെ അസസ്മെന്റ് ക്രൈറ്റീരിയ അല്ലെങ്കിൽ ഗ്രേഡിംഗ് എങ്ങനെ നടക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ 4 കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ്. അതിൽ ഫസ്റ്റ് വരുന്നത് ഫ്ലുവൻസി ആൻഡ് കൊഹേറൻസ് ആണ്. എന്ന് വെച്ചാൽ നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു ഫ്ലോ ആയിട്ട് സംസാരിക്കണം, ലോങ് ആയിട്ടുള്ള ബ്രേക്ക് വരാൻ പാടില്ല. കൊഹറൻസിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സാമിനേറ്റർ നമ്മളടുത്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് ഡയറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിക്കണം നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും ആൻസേഴ്സ് മെമ്മറൈസ് ചെയ്ത് പോകരുത്. ഞാൻ വെബ്സൈറ്റിൽ നിന്ന് നോക്കി അല്ലെങ്കിൽ ഏതെങ്കിലും ബുക്സിൽ നോക്കിയിട്ട് അതേപോലെ ഞാൻ ബൈ ഹാർട്ട് പഠിച്ച് എക്സാമിനേറ്റർ ചോദിക്കുന്ന സമയത്ത് അങ്ങനെ തന്നെ പറയാമെന്ന് ആരെങ്കിലും വിചാരിക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും അത് ചെയ്യരുത്. കാരണം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മാർക്ക് പോകും. കാരണം എക്സാമിനേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ വെൽ ട്രെയിൻഡ് ആണ്. നിങ്ങൾ ബൈ ഹാർട്ട് പഠിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മാർക്ക് പോകുന്നതായിരിക്കും. മറിച്ച് നാച്ചുറൽ ആയിട്ട് സംസാരിക്കുക, ഫ്രീ ആയിട്ട് സംസാരിക്കുക, നിങ്ങളുടെ ഒപ്പീനിയൻ അതേപോലെ തന്നെ പറയുക. അതാണ് അവർക്ക് വേണ്ടത്. പിന്നെ അസസ്മെന്റ് ക്രൈറ്റീരിയ രണ്ടാമത് വരുന്ന കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ലെക്സിക്കൽ റിസോഴ്സസ് ആണ്. ലെക്സിക്കൽ റിസോഴ്സസ് എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് വൊക്കാബുലറി, നിങ്ങളുടെ ഇംഗ്ലീഷ് വൊക്കാബുലറിന്റെ റേഞ്ചും ആക്യുറസിയുമാണ് ഇതിനകത്ത് ടെസ്റ്റ് ചെയ്യുന്നത്. ഇതിനകത്ത് നോക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നിങ്ങളുടെ ഐഡിയ നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഉപയോഗിക്കുന്ന വേർഡ്സ് ആ ഐഡിയ ആയിട്ട് മാച്ച് ആവുന്നുണ്ടോ എന്ന് നോക്കും. പിന്നെ അതേമാതിരി തന്നെ അൺനെസസറി ആയിട്ട് നിങ്ങൾ വേർഡ്സ് പിന്നെ റിപ്പീറ്റ് ചെയ്യാണ്ടിരിക്കുക. ഫോർ എക്സാമ്പിൾ ആൻഡ് ചില ആൾക്കാർ യു നോ എന്നൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെ പറയാണ്ടിരിക്കുക. പിന്നെ മൂന്നാമതായിട്ട് നമ്മൾ അസസ്മെന്റ് ക്രൈറ്റീരിയ നോക്കുന്ന ഒരു കാര്യമാണ് ഗ്രാമാറ്റിക്കൽ റേഞ്ച് ആൻഡ് ആക്യുറസി. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സിമ്പിൾ ആൻഡ് കോംപ്ലക്സ് ടെൻസസ് ഉപയോഗിച്ച് സെന്റൻസ് എക്സ്പ്രസ് ചെയ്യാൻ, നമ്മൾ പറയുന്ന ഐഡിയാസ് എക്സ്പ്രസ് ചെയ്യാനുള്ള എബിലിറ്റിയാണ് നമ്മൾ ഗ്രാമാറ്റിക്കൽ റേഞ്ച് ആൻഡ് ആക്യുറസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന സെന്റൻസസ് ഉണ്ടല്ലോ അത് ആക്യുറേറ്റും അപ്രോപ്രിയേറ്റും ആയിരിക്കണം. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് മാത്രം ശ്രദ്ധിക്കുക. നാലാമതായിട്ട് അസസ്മെന്റ് ക്രൈറ്റീരിയ വരുന്ന ഒരു കാര്യമാണ് പ്രൊനൗൺസിയേഷൻ എന്ന് പറയുന്നത്. പ്രൊനൗൺസിയേഷൻ എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആക്സെന്റ് അല്ല കേട്ടോ. അത് പലർക്കുള്ള ഒരു തെറ്റിദ്ധാരണയാണ്. സ്റ്റൈലായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നതല്ല നമ്മൾ പ്രൊനൗൺസിയേഷൻ ആയിട്ട് ഇതിൽ കണക്കാക്കുന്നത്. പ്രൊനൗൺസിയേഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സൗണ്ട് ക്ലാരിറ്റി ഉള്ളതായിരിക്കണം. നമ്മൾ സംസാരിക്കുമ്പോൾ ഓരോ വേർഡ്സും ക്ലിയർ ആയിരിക്കണം. പിന്നെ വേറെ കാര്യം നോക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പേടിച്ചിട്ട് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് സ്ലോ ആയിട്ട് സംസാരിക്കരുത്. അങ്ങനെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ റെക്കോർഡ് ചെയ്യുന്ന മെഷീനിൽ അത് റെക്കോർഡ് ആവില്ല. പിന്നെ ഭയങ്കര ടെൻഷൻ അടിച്ചതിന് ശേഷം ഭയങ്കര സ്പീഡിൽ സംസാരിക്കരുത്. അങ്ങനെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന കാര്യത്തിനൊന്നും ക്ലാരിറ്റി ഉണ്ടാവില്ല. ഭയങ്കര സ്ലോ ആവരുത്, ഭയങ്കര സ്പീഡും ആവരുത്. ഇത് രണ്ടിനും നടുക്കായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്, നടുക്കായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുക. അങ്ങനെ സംസാരിക്കുമ്പോൾ മാത്രമേ നമ്മൾ പറയുന്ന വേർഡ്സിന് ക്ലാരിറ്റി കൂടുള്ളൂ. അതാണ് പ്രൊനൗൺസിയേഷൻ കൊണ്ട് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. യൂട്യൂബ് ചാനൽ കണ്ടിട്ടോ വീഡിയോസ് കണ്ടിട്ടോ പഠിക്കേണ്ട ഒന്നല്ല സ്പീക്കിംഗ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യത്തെ വീഡിയോയിൽ സ്പീക്കിങ്ങിന് വേണ്ടിയിട്ട് ഒരു യൂട്യൂബ് ചാനൽ മെൻഷൻ ചെയ്യാണ്ടിരുന്നത്. പക്ഷേ എക്സാം എൻവയോൺമെന്റ്, എക്സാമിന്റെ ആംബിയൻസ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ടെൻഷനൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു യൂട്യൂബ് ചാനലാണ് അക്കാഡമിക് ഇംഗ്ലീഷ് ഹെൽപ്പ് എന്ന് പറയുന്നത്. ഈ ചാനലിൽ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല നാഷണാലിറ്റീസുമായിട്ടുള്ള ഒരു ഫേസ് ടു ഫേസ് ഇന്റർവ്യൂ സ്പീക്കിംഗ് ടെസ്റ്റ് നടത്തുന്നുണ്ട് എക്സാമിനേറ്റർ. അതിനുശേഷം ആള് പറയുന്നുണ്ട് ഈ ആൾക്ക് 7 ആണ് ഞാൻ ബാൻഡ് സ്കോർ കൊടുക്കുന്നത്, അല്ലെങ്കിൽ 8 ആണ് ഞാൻ ബാൻഡ് സ്കോർ കൊടുക്കുന്നത്, അല്ലെങ്കിൽ 9 ആണ് ബാൻഡ് സ്കോർ കൊടുക്കുന്നത്. എന്തുകൊണ്ട് ആൾക്ക് 7 കിട്ടി, എവിടെയാണ് ആള് മിസ്റ്റേക്ക് ഉണ്ടാക്കിയത്, എങ്ങനെ ആള് ആ മിസ്റ്റേക്ക് റെക്ടിഫൈ ചെയ്യാം, എങ്ങനെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ബാൻഡ് സ്കോർ കൂട്ടാം, ഇങ്ങനെയുള്ള വാല്യുബിൾ ടിപ്സ് ഒക്കെ ഈ വീഡിയോന്റെ അവസാനം എക്സാമിനേറ്റർ പറയുന്നുണ്ട്. അപ്പോൾ ആ ചാനലിന്റെ പേര് ഞാൻ ഒന്നുകൂടെ പറയാം, അക്കാഡമിക്
ക്വിക്ക് ഇംഗ്ലീഷ് ഹെൽപ്പ്. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ചാനലാണ് കേട്ടോ, സ്പീക്കിംഗ് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ചാനൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഒരിക്കലും ബാൻഡ് സ്കോർ 9 കിട്ടിയ ആളെ വീഡിയോസ് മാത്രം കാണാണ്ടിരിക്കുക. ബാൻഡ് സ്കോർ 7ഉം ബാൻഡ് സ്കോർ 8 കിട്ടിയ ആളെ വീഡിയോസ് കാണാം. കാരണം അവര് ബാൻഡ് സ്കോർ 7 കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ മിസ്റ്റേക്സ് വരുത്തിയോണ്ടാണല്ലോ. അപ്പോൾ മിസ്റ്റേക്സ് എന്താണെന്ന് നമുക്ക് അറിയാൻ വേണ്ടി അത് സഹായിക്കും. അത് നമ്മൾ നോട്ട് ചെയ്യുക, എന്നിട്ട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അതേ മിസ്റ്റേക്സ് റിപ്പീറ്റ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ നോക്കുക. സ്പീക്കിംഗ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അടിപൊളി ആപ്പ് ഉണ്ട്. അതിന്റെ പേരാണ് IELTS Prep, PREP Prep എന്നായിട്ടുള്ള ആപ്പ് ഉണ്ട്. അപ്പോൾ അത് ബ്രിട്ടീഷ് കൗൺസിലിന്റെ തന്നെ ആപ്പാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്, പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് സ്പീക്കിംഗ് സെക്ഷന് പോവുക. ബുക്കിൽ തന്നമാതിരി തന്നെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ ക്വസ്റ്റ്യൻസ് വായിക്കുക, അത് റെക്കോർഡ് ചെയ്യാനുള്ള ഇതുണ്ട്, റെക്കോർഡ് ചെയ്യുക. റെക്കോർഡ് ചെയ്തതിന് ശേഷം നമ്മൾ അത് പ്ലേ ചെയ്യുക. പ്ലേ ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും നമ്മൾ എവിടെയാണ് സ്റ്റക്ക് ആവുന്നത്, ഏതൊക്കെ മിസ്റ്റേക്സാണ് നമ്മൾ വരുത്തുന്നത്, ഇതൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ രണ്ടാമതും നമ്മൾ അതേമാതിരി തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യുക. പിന്നെ രണ്ടാമത് റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത്, റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ആദ്യം നമ്മൾ ചെയ്ത മിസ്റ്റേക്സ് ഉണ്ടല്ലോ, അത് നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടില്ല, അത് ഇനി നമ്മൾ റിപ്പീറ്റ് ചെയ്യാണ്ടിരിക്കാൻ നോക്കുക. അത് റെക്ടിഫൈ ചെയ്യുക, അങ്ങനെ ഇത് ഇമ്പ്രൂവ് ചെയ്യുക. ഇങ്ങനെ ഇമ്പ്രൂവ് ചെയ്യുന്ന സമയത്ത് വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ടൈമിംഗ് ഉണ്ടല്ലോ. ഞാൻ എൻ്റെ വീഡിയോന് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാർട്ട് 1 എത്ര ടൈമിംഗ് ആണ് എടുക്കുന്നത്, പാർട്ട് 2 എത്ര ടൈമിംഗ് ആണ് എടുക്കുന്നത്, പാർട്ട് 3 എത്രയാണ് ടൈമിംഗ് എടുക്കുന്നത്. അപ്പോൾ ഈ ടൈമിംഗ് ഒക്കെ നമ്മൾ ഇതിനകത്ത് ഫോളോ ചെയ്യുക. ടൈമിങ്ങിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ ആൻസർ പറഞ്ഞു തീർക്കാൻ നോക്കുക. കാരണം ടൈമിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിലൂടെ നമുക്ക് നല്ലോണം സ്പീക്കിങ്ങിന് പ്രാക്ടീസ് ചെയ്യാനും അതിനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ആപ്പിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ലാംഗ്വേജ് ലേണിംഗും IELTSുമായിട്ട് ബന്ധപ്പെട്ടുള്ള പുതിയ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.